സാങ്കേതികമായി ആ വിധി അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാലത്തും മനസാക്ഷിയുടെ കോടതിയിൽ ഈ ഇന്നലെ വന്ന വിധി അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ദിലീപിനെ സർവാത്മന സ്വാഗതം ചെയ്തൊരു മനുഷ്യനുണ്ടല്ലോ തിരുവനന്തപുരത്ത്, സുരേഷ് കുമാർ, പഴയ നിർമ്മാതാവ്, നടി മേനകയുടെ ഭർത്താവ്. നടി മേനകയെ 6 മണിക്കൂറോളം എറണാകുളം പട്ടണത്തിലെടുത്ത് ചുറ്റിച്ചവരാണ് ഈ പൾസുനി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയാണ് സത്യമേവ ജയതയെന്ന്. ഇത് എന്ത് കാലമാണെന്ന് അറിയാൻ പാടില്ല. ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഈ വിടുപണി ചെയ്യുന്നത്? ശ്രീ ബൈജു കൊട്ടാരക്കര, ശക്തമായ തിരിച്ചുവരവിന് ദിലീപ് ഒരുങ്ങുകയാണോ, അതിന് കളമൊരുക്കുകയാണോ സിനിമാ സംഘടനയുടെ നേതാക്കൾ? ബിനു, ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമല്ല, ശ്രീമതി അതിനുമുമ്പ് ഞാൻ പറയട്ടെ, ഒത്തിരി വൈകിയാണെങ്കിലും ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ സംഘടനകളൊക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും അതിനകത്ത് എന്തൊക്കെയാണ് നടന്നിരുന്നതെന്നും എന്തൊക്കെയാണ് നടക്കുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അന്നു മുതൽ ഈ സംഘടന പിളർന്ന് ഫെഫ്ക ഉണ്ടാകുന്നതിന് കാരണം പോലും ഈ 8ാം പ്രതിയായിട്ട് നിൽക്കുന്ന 8ാം പ്രതിയായിരുന്ന ദിലീപ് തന്നെയാണ്. അത് യാതൊരു സംശയമില്ലല്ലോ. ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. ദിലീപ് മലയാള സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്ന ഒരു സമയമായിരുന്നു. സിനിമ മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നടനാണ്, തിയേറ്ററിൻ്റെ ഓണറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, അങ്ങനെ എല്ലാ നിലകളിലും ഈ സിനിമ അടക്കി വാണുകൊണ്ടിരുന്നപ്പോൾ ദിലീപ് 2020 എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു. ആ സിനിമയുടെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടിയാണ് ദിലീപിന് ഒരു അപ്രമാദിത്യം മലയാള സിനിമയിലേക്ക് വന്നത്. അപ്പോഴേക്കും എല്ലാ ആൾക്കാരും സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ്, പ്രത്യേകിച്ച് മലയാള സിനിമയുടെയൊക്കെ ഒരു പോക്ക് അങ്ങനെയാണ്. ഒരു ഹിറ്റ് ആരെങ്കിലും കൊടുത്താൽ അയാളുടെ പുറകെ കുറേ കെങ്കിരന്മാരിങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഉണ്ടാകും. മലയാള സിനിമയിലെ എല്ലാ ഗ്രൂപ്പുകളും അവരുടെ പുറകിലുണ്ടാകും, സംഘടനകൾ അവരുടെ പുറകിലുണ്ടാകും. അവർ പറയുന്ന വേദവാക്യം എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കാനായിട്ട് കുറേയധികം ആളുകൾ ഇവരുടെ പിന്നാമ്പുറത്തുകൂടി ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നു. പതിവാണ്, അത് സിനിമയുടെ ഒരു രീതിയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒതുക്കേണ്ടവരെ ഒതുക്കുന്ന ഒരാളായിരുന്നു ദിലീപ്. തിലകനെ പോലും ഒതുക്കിയത് ഇയാളാണ്. തിലകനെ ഒതുക്കി അതിന്റെ പ്രശ്നങ്ങളൊന്നും തിലകൻ പോലും പറഞ്ഞിട്ടുണ്ട്, ആളീ കുറുകിയവരെ വിശ്വസിക്കരുത്, അവനാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം എന്ന് തുറന്നു പറഞ്ഞ എത്രയോ ഇന്റർവ്യൂസ് കാണണോ ഉണ്ടല്ലോ, ഇപ്പോഴും ഏഷ്യാനെയിലും കാണണമല്ലോ. അങ്ങനെ അതിന് ശേഷമാണ് ഓരോരോ സംഗതികൾ ഇങ്ങനെ പുറത്തു വരുന്നതും ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നതും. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? പിന്നെ ഇയാൾ ജയിലിൽ കിടന്ന സമയത്ത് എങ്ങനെയാണ് ജയിലിൽ പോയത്? AV ജോർജ് എന്ന് പറയുന്ന SP ഇത് അന്വേഷിച്ച സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ടാണല്ലോ ഹൈക്കോടതി വെറുതെയാണോ 86 ദിവസം ഇയാളെ അകത്തിട്ടത്? ഒരു തെളിവും ഇല്ലാതിരുന്നിട്ടാണോ അകത്തിട്ടത്? അതിനുശേഷം വന്ന തെളിവുകൾ ഒന്ന് കേൾക്കണം. ബാലേന്ദ്രകുമാർ ആദ്യം ഈ തിരുവനന്തപുരത്ത് എന്നെയാണ് ഒരു ദിവസം ആ പാവ മനുഷ്യൻ എന്നെയാണ് വിളിക്കുന്നത്. ഞാൻ ഈ കേസിന്റെ പുറകെ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ ഞാൻ ഇതിന്റെ പുറകെ തന്നെയുണ്ട്. ആ സമയത്താണ് ബാലേന്ദ്രകുമാർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് കാണണം, എറണാകുളത്തുണ്ടെങ്കിൽ ഞാനൊന്ന് വരാം. അങ്ങനെ ബാലേന്ദ്രകുമാറാണ് ആദ്യം എൻ്റെ ഒരു 16ഓളം വോയിസ് ക്ലിപ്പുകൾ എന്നെ കേൾപ്പിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകളാണ് പിന്നീട് ചാനലുകളിൽ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. ആ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായ ഒരു വോയിസ് ക്ലിപ്പുണ്ട്. ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത്, തേടിയ വള്ളി കാലിൽ ചുറ്റി നമുക്ക് സ്വാധീനിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് തൃശ്ശൂരെ ഒരു BJPയുടെ നേതാവ് ഉല്ലാസ് എന്ന് പറയുന്ന ഒരാൾ ഈ ദിലീപിന്റെ അനുജൻ അയച്ചു കൊടുത്തതാണ്. അതിന്റെ ഉദ്ദേശം എന്താണ് ആ വോയിസ് ക്ലിപ്പിന്റെ? അതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുന്നു. പക്ഷേ ഈ മെമ്മറി കാർഡ് 3 കോടതികളിൽ നിന്നും ജീവനക്കാരുടെ വീട്ടിലും തോന്നുന്നവനൊക്കെ എടുത്തുകൊണ്ട് പോവുക. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നിരസിക്കുക. ജയിലിൽ കിടക്കുന്ന പ്രതി അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി പ്രതിയായിട്ട് നിൽക്കുന്ന ദിലീപ് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഇതിനെക്കുറിച്ച് അന്വേഷണം പാടില്ല. ഇയാൾ ആരാണ് പറയാ അന്വേഷണം പാടില്ല എന്ന് പറയാൻ? ഒരു പെണ്ണിന്റെ മാനമാണ് ആ മെമ്മറി കാർഡിൽ ഇരിക്കുന്നത്. അപ്പൊ പറയാ ഇതിനെക്കുറിച്ച് അന്വേഷണമേ വേണ്ട, ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. FSL റാവിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നു കോടതിയിലേക്ക്. 1.5 വർഷക്കാലത്തോളം അത് പൂഴ്ത്തിവെച്ചു. അവസാനം പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു. ക്ലാരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എത്ര തവണ? 68 തവണയാണ് ഹർജികൾ കൊടുത്ത് ഈ കേസ് മാറ്റിവെച്ചത്. എന്നിട്ട് പറയുന്നതോ അതിജീവിത കേസ് മാറ്റിവെക്കുന്നു. അതിജീവിത കേസ് നടത്താൻ സമ്മതിക്കുന്നില്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിജീവിതയിലൂടെ ഈ കോടതി ചോദിച്ച ചോദ്യം അതിജീവിത പുറത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, മാഡം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ സ്റ്റെനോ അല്ല ഞാനെന്നാണ് പറഞ്ഞത്. ഇത് അതിജീവിത പുറത്തു പറഞ്ഞ കാര്യമാണ്. ഇതുപോലെ എത്ര കാര്യങ്ങൾ ആ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ഇപ്പോഴാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത്. പക്ഷേ അത് എപ്പോഴും നിയമത്തെ അനുസരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വിധി സാങ്കേതികമായി അംഗീകരിച്ചേ പറ്റൂ. കാരണം ഒരു കോടതിയുടെ വിധിയാണ്, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ട് പറയാണ്. സാങ്കേതികമായി ആ വിധി അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാലത്തും മനസാക്ഷിയുടെ കോടതിയിൽ ഈ ഇന്നലെ വന്ന വിധി അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. എന്നെ കൊണ്ട് സാധിക്കില്ല അംഗീകരിക്കാൻ. അതിനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ തുറന്നു പറയാണ്. കാരണം അതിനകത്ത് അത്രത്തോളം വോയിസ് ക്ലിപ്പുകൾ ഈ നടന്ന സംഭവം റീക്രിയേറ്റ് ചെയ്തു ദിലീപും അനുജനോട് കൂടിയിട്ട്. ഈ റീക്രിയേറ്റ് ചെയ്ത് സർവ്വ ചാനലുകളിലും വന്നു. തൃശ്ശൂര്
പിന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ വീടിനടുത്ത് നിന്ന് അത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ അതേ സ്പീഡിൽ ആ വണ്ടി ഓടിച്ച് ആ വണ്ടിയുടെ പിന്നിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്തു, തിരക്കഥയുണ്ടാക്കി. ആ തിരക്കഥയുടെ മുഴുവൻ രൂപങ്ങളും അതിൽ നിന്ന് എടുത്തു. പൾസർ സുനിയെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പൾസർ സുനിയെ അറിയാമെന്ന് പോലീസ് തെളിയിച്ചു. പൾസർ സുനി ദിലീപിന്റെ ലൊക്കേഷനുകളെല്ലാം എവിടേക്കാണെന്നുള്ള കാര്യം, എൻ്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇത് പോലീസിന് അറിയുന്നതിനേക്കാളും കൂടുതൽ സിനിമയുള്ള ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ കാര്യം. ഇന്നലെ ദിലീപിനെ സർവാത്മന സ്വാഗതം ചെയ്തൊരു മനുഷ്യനുണ്ടല്ലോ തിരുവനന്തപുരത്ത്, സുരേഷ് കുമാർ, പഴയ നിർമ്മാതാവ്, നടി മേനകയുടെ ഭർത്താവ്. നടി മേനകയെ 6 മണിക്കൂറോളം എറണാകുളം പട്ടണത്തിലൂടെ ചുറ്റിച്ചവരാണ് ഈ പൾസർ സുനി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയാണ് സത്യമേവ ജയതയെന്ന്. ഇത് എന്ത് കാലമാണെന്ന് അറിയാൻ പാടില്ല. ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഈ വിടുപണി ചെയ്യുന്നത്? ഈ ഒരു നടന് വേണ്ടിയിട്ടോ? ഇത്രയും ഒരു കൊട്ടേഷൻ ബലാത്സംഗം കൊടുത്തിട്ട് ഈ കൊട്ടേഷൻ ബലാത്സംഗം കൊടുത്തു എന്ന് കോടതിയുടെ മുമ്പിൽ ഇത്രയധികം തെളിവുകൾ വന്നിട്ട് അയാളെ കുറ്റവിമുക്തനാക്കി വിട്ടു എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏതെല്ലാം വസ്തുതകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഈ വാദിച്ച വാദങ്ങളിൽ ഏതെല്ലാം തെളിവുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങളിലേക്ക് 1455 രേഖകളിൽ ആ ഡിജിറ്റൽ തെളിവുകൾ, ഇത്രയും സാക്ഷികൾ, ഈ ഹോസ്റ്റലായ സാക്ഷികൾ പോട്ടെ, ഹോസ്റ്റലായത് കാവ്യമാധവനും കാവ്യമാധവന്റെ അച്ഛനും അമ്മയും അതേപോലെ മുകേഷും ഇടവേള ബാബുവും സിദ്ദിഖും നടി ബാമയും ബിന്ദു പണിക്കരും ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ ആരായിരുന്നു എന്ന്, ഇവരൊക്കെ എന്തിനാണ് ഇവരെ കൂടെ കൂടിയിരിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ കൊടുത്ത മൊത്തം മൊഴി മുഴുവൻ അവിടെ ഉണ്ടല്ലോ. സാഗർ എന്ന് പറയുന്ന ആളിനെ കൊടുത്തിട്ട് 7 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് 50,000 രൂപ കൊടുത്ത് പറ്റിച്ചപ്പോഴാണ് ഈ വെളി വന്നത് ഈ സംഗതി. അങ്ങനെ ആലപ്പുഴ പോയി റൂം എടുത്തതും ആലപ്പുഴ പോയിട്ട് ഇയാളുമായിട്ട് ചാറ്റ് ചെയ്തതും ഒക്കെ പോലീസിൻ്റെ കിട്ടിയിട്ടില്ലേ? പിന്നെ എന്താണ് ഇനി കിട്ടാനുള്ളത്? എന്താണ്? ഞാനതാണ് അറിയുന്നത്. ഒരു കോൺസ്പെറസി തെളിയിക്കാൻ വിനു ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്? ശ്രീമതി ഭാഗ്യലക്ഷ്മി ചോദിച്ച പോലെ ഇത്രയും കാര്യങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ കിടക്കുമ്പോൾ, ഇത്രയും തെളിവുകൾ ചാനലുകളിലൂടെ, ഈ ജീവിക്കുന്ന തെളിവുകൾ, ഈ ദിലീപിന്റെ ശബ്ദം മുഴുവൻ കൂടെ വർഷങ്ങളോളം താമസിച്ച മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കോടതിയിൽ. ഇത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ ആരും കാണാതിരുന്ന, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അതിന്റെ പെൻഡ്രൈവും അതേപോലെ മെമ്മറി കാർഡ്, കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരുന്ന മെമ്മറി കാർഡിൽ ഒരു ദിവസം ഈ പറയുന്ന പ്രോസിക്യൂട്ടറിനും പ്രതിഭാഗം വക്കീലിനും കൂടെയുള്ള അനുചരന്മാർ 10-60 പേരുണ്ടായിരുന്നല്ലോ അവിടെ. അതിജീവിതം അവമാനിക്കാനായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും പല സമയങ്ങളും അപമാനിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ആളുകൾ മാത്രം ദിലീപും ഒത്തിരുന്ന് ഇത് കേട്ടപ്പോൾ അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് കേൾക്കാൻ വയ്യ. അത് 20 ടൈംസ് ഇംപ്രൂവ് ചെയ്തിട്ട് ദിലീപിന്റെ വീട്ടിലിട്ട് കണ്ടു. അതിൽ ഇന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ബാലേന്ദ്രകുമാർ വളരെ വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടില്ലേ? മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ബാലേന്ദ്രകുമാർ ആ കോടതിയിൽ പറഞ്ഞ പല മൊഴികളും ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാനുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് ഞാൻ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുമില്ല. 46 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ ആ മനുഷ്യൻ തിരുവനന്തപുരത്തും എറണാകുളത്തും കോടതിയിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആ സമയത്ത് മുഴുവൻ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാനായി ഇരിക്കുക ബാലേന്ദ്രകുമാർ. എന്തിന്റെ ആവശ്യമായിരുന്നു? സത്യം ചെയ്യിക്കാൻ. എല്ലാവരും പറഞ്ഞു ബാലേന്ദ്രകുമാറിന് സിനിമ കൊടുക്കാത്തതിന്റെ അസൂയാണെന്ന് പറഞ്ഞു. അല്ല, ബാലേന്ദ്രകുമാറിനെയും കുടുംബത്തെയും തീർക്കുമെന്ന് ബാലേന്ദ്രകുമാറിന് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ട് ബാലേന്ദ്രകുമാർ വളരെ വ്യക്തമായി പറയും. എൻ്റെ കൂടെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് 4-5 ദിവസം. ആ താമസിച്ച ദിവസങ്ങളിൽ ബാലേന്ദ്രകുമാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭീഷണിയാണ്, എനിക്ക് പ്രശ്നങ്ങളാണെന്ന്. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ, ഇനിയെങ്കിലും ഇത് പുറത്തു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാണ്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നാണ് പറഞ്ഞത്. എനിക്ക് സിനിമയെ വേണ്ട എന്ന് പറഞ്ഞയാളാണ് ഈ ബാലേന്ദ്രകുമാർ. അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു നീതിക്ക് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്രയും വോയിസ് ക്ലിപ്പുകളും ഇത്രയും റീക്രിയേഷനും. ഞാൻ വേറെ കാണിച്ചോക്കട്ടെ, ഈ ഹൈക്കോടതി എത്ര പ്രാവശ്യം ദിലീപിൻ്റെ ഫോൺ ചോദിച്ചു? കൊടുത്തോ? 4 ഫോണുകൾ ഉണ്ടായത്. ആ 4 ഫോണുകളിലെ വിവരങ്ങൾ മുഴുവൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എവിടാ? എറണാകുളത്ത് ഹയാത്ത് റീജൻസിയിലും അതേ സമയം തന്നെ ഒരു മുറി പനമ്പള്ളി നഗറിലെ റീജൻസി ഹോട്ടലിലും എടുത്തു. എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. എന്നിട്ട് പ്രതിഭാഗം വക്കീലും ദിലീപും സായി ശങ്കർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരും കൂടി അവിടെ ഇരുന്ന് അത് മൊത്തം ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്തിട്ട് ആ ചണ്ടിയായ ഫോൺ 3 ഫോണുകൾ കൊണ്ട് തിരിച്ചു കൊടുത്തു കോടതിയിൽ. ഒരു ഫോൺ ഇപ്പോഴും കൊടുത്തിട്ടില്ല. എന്നിട്ട് ബാക്കി വിവരങ്ങളൊക്കെ ചോർന്നത് ബോംബെയിൽ നിന്നാണ്. ഇനിയും പുറത്തു വരാത്ത 1-2 തെളിവുകളുണ്ട് വിനു. നീതിന്യായ വ്യവസ്ഥയുടെ മാന്യത ഓർത്തു മാത്രം അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് പുറത്തു വരും, ഉറപ്പായിട്ടും അത് പുറത്തു വരും. അത് പുറത്തു വന്നാൽ വിനു, ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെയല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചിലപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം വികാരം കൊണ്ട് ചിലപ്പോൾ പലതും പറഞ്ഞു പോകും. അങ്ങനെയുള്ള തെളിവുകൾ പോലും ആ ഫോണിനകത്തുണ്ട്. അത് ജനം അറിയരുത് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അത് ജനം അറിഞ്ഞാൽ
അതുമാത്രമല്ല, നിങ്ങളൊന്നും വേണ്ട, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന പോലീസുകാരുടെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. ബോംബെയിൽ നിന്ന് കിട്ടിയ ഫോണിനകത്ത് എത്ര നടിമാരുടെ ഇതേപോലത്തുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു, ഭീഷണി വീഡിയോസ് ഉണ്ടായിരുന്നു എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ പോലീസുകാർ പറയും. ഇല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കട്ടെ, അവർ തന്നെ പറഞ്ഞോളൂ, പുറത്ത് പറഞ്ഞോളൂ. ഏറ്റവും നല്ല അതാണ്. ഈ പിന്നെ ADGP സന്ധ്യയ്ക്ക് എന്തായിരുന്നു ദിലീപിനോട് വൈരാഗ്യം? പിന്നെ അതുപോലെ SP പിന്നെ ജോർജിന് AB ജോർജിന് എന്തായിരുന്നു ദിലീപിനോട് വൈരാഗ്യം എന്തായിരുന്നു? പിന്നെ ബൈജു പൗലോസിന് എന്തായിരുന്നു വൈരാഗ്യം? ഈ പറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും വൈരാഗ്യമില്ല. ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിക്ക് വൈരാഗ്യമുണ്ടോ? ദിലീപിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എനിക്ക് വൈരാഗ്യമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ദിലീപിനോട് ഒരു വൈരാഗ്യമില്ല. അയാൾ ചെയ്ത പ്രവൃത്തിയോടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. അയാൾ ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. അത്രയും തെളിവുകൾ കൺമുന്നിൽ കിടക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറും സജി ഇന്ത്യയൊക്കെ പറയുന്നത് വെറും ഹിയർസേ അല്ല. ഈ തെളിവുകൾ മുഴുവൻ കേട്ടതും കണ്ടതുമാണ്. ഇനി ആ പെൺകുട്ടിയുടെ ആ അതിക്രൂരമായ ആ വിഷ്വലുകൾ എന്തു പുറത്തു വരും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദിലീപിന്റെ ഇന്നലത്തെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പഴയ കണ്ട ദിലീപ് ആയിരുന്നു ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നത്. ദിലീപിന്റെ രൂപം മൊത്തം മാറിയില്ലേ? വന്നപ്പോഴേ പറഞ്ഞ എന്താണ്? മഞ്ജു വാര്യർ അന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയത്. അത് കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞില്ല, മറ്റൊരു വക്കീൽ പറയുന്നു ദിലീപ് മഞ്ജു വാര്യർ മാത്രമല്ല ഇനി ഒരാളും കൂടെയുണ്ട്. അതാരാണ്? ADGP സന്ധ്യ. അത് കഴിഞ്ഞ് വൈകുന്നേരം സജീന്ദ്രേട്ടൻ എന്ന് പറയുന്നവൻ പറയുന്നു അവർ രണ്ടുപേരും മാത്രമല്ല ഒരാളൂടെ ഉണ്ട്. അതാരാ? അത് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. അപ്പൊ ഇവര് ഓരോരുത്തരെ കോർത്തിണക്കി ഇനി ഒരു പുതിയ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയാൽ തിരക്കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. കൂടെ കുറെ തിരക്കഥാകൃത്തുക്കളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും തിരക്കഥ ഇങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് വളരെ നന്നായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് അത് പുതിയ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പാവാട, ഏട്ടൻ പാവാട, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും പറയട്ടെ, ഏട്ടൻ പാവാടെന്ന് പറയട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് വിനു, മരിക്കുന്നത് വരെയും ഈ അതിജീവിതയോടൊപ്പം ഞാനുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ അതിജീവിതയോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെ വേണമെങ്കിലും പൊക്കി പിടിച്ച് നടന്നോട്ടെ, ആർക്കെതിരെ വേണമെങ്കിലും കേസ് കൊടുത്തോട്ടെ, വരട്ടെ, നമുക്ക് കാണാം.